ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ 1 ലക്ഷം സംരംഭകർക്കുള്ള വായ്പാ വിതരണം ഇന്ന്. സംരംഭകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളത്തിന്റെ ഹർജിയിൽ ഈ മാസം 21-ന് വിശദവാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതാധികാര സമിതി യോഗം ചേരും. അയൽ സംസ്ഥാനങ്ങളുമായി നടന്ന ചർച്ച ഫലപ്രദമെന്ന് വനം മന്ത്രി. സംസ്ഥാന സർക്കാർ വിപണിയിലെത്തിക്കുന്ന ശബരി കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില വീണ്ടും ഉയരുന്നു. 10 ജില്ലകളിൽ നാളെ വരെ മഞ്ഞ ജാഗ്രത. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ യോഗം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. മത്സരം രാത്രി 7:30-ന് കൊച്ചിയിൽ. വാർത്തകൾ വിശദമായി. രാജ്യവ്യാപകമായി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വായ്പാ പിന്തുണ എത്തിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളിലെ 1 ലക്ഷം സംരംഭകർക്ക് വായ്പ അനുവദിക്കും. സംരംഭകരുമായി പ്രധാനമന്ത്രി സംവദിക്കും. അതിനുശേഷം പദ്ധതിയുടെ ഭാഗമായ പ്രധാനമന്ത്രി സാമാജിക് ഉദ്ധാൻ ഏവം റോസ്ഗാർ ആധാരിത് ജൻ കല്യാൺ എന്ന പോർട്ടലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ PM സൂരജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയനാട് കൽപ്പറ്റ CDSന് അനുവദിച്ച 3 കോടി രൂപയുടെ വായ്പയുടെ വിതരണവും തെരഞ്ഞെടുത്ത ശുചീകരണ തൊഴിലാളികൾക്ക് ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് വിതരണവും ഇന്ന് ഉച്ചയ്ക്ക് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി മറ്റന്നാൾ കേരളത്തിൽ. പത്തനംതിട്ടയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ടയിലെ പൊതുയോഗവേദി അടക്കമുള്ള അന്തിമ തീരുമാനങ്ങൾക്കായി സുരക്ഷാ ചുമതലയുള്ള SPG ഉദ്യോഗസ്ഥർ ഇന്ന് ജില്ലയിലെത്തും. 15-ന് രാവിലെ 11-ന് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രിയുടെ പൊതുയോഗവേദി നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ജില്ലാ ആസ്ഥാനത്തെത്തുക. എന്നാൽ ലാൻഡിംഗ് സംബന്ധിച്ച വിഷയത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. നിലവിൽ ശബരിമല ഇടത്താവളം, പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം, കാതലിക്കറ്റ് കോളേജ് ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് പരിഗണന. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് പ്രദേശം സന്ദർശിച്ച് വിഷയത്തിൽ വ്യക്തത വരുത്തും. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുവരുന്ന പ്രദേശത്തടക്കം ഗതാഗത ക്രമീകരണവും സുരക്ഷാ പരിശോധനയും നടക്കും. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങളാണ് ജില്ലാ ആസ്ഥാനത്ത് ഇതിനായി ഒരുക്കിയിട്ടുള്ളതെന്നും പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നും 1.5 ലക്ഷം പ്രവർത്തകർ പരിപാടിക്കെത്തുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് പറഞ്ഞു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ നാളെ വരെ മഞ്ഞ ജാഗ്രത. പാലക്കാട്, കൊല്ലം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് കോട്ടയത്തും പാലക്കാടുമാണ്. 39 ഡിഗ്രി സെൽഷ്യസ്. കോട്ടയത്ത് സാധാരണയേക്കാൾ 4.1 അധിക താപനിലയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 37 വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂപപ്പെടുന്നു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. മന്ത്രി K കൃഷ്ണൻകുട്ടി പങ്കെടുക്കും. വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ 5000-ലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത്. കഴിഞ്ഞ ദിവസം 5031 മെഗാവാട്ട് എന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഈ മാസം 21-ന് വിശദവാദം കേൾക്കും. ഇന്ന് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചു. കേരളത്തിന് ഒറ്റത്തവണ പാക്കേജ് എന്ന നിർദ്ദേശമാണ് പ്രശ്നപരിഹാരത്തിന് സുപ്രീംകോടതി മുന്നോട്ട് വച്ചത്. 10,000 കോടി രൂപയെങ്കിലും കിട്ടണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ ഉപാധികളോടെ 5,000 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചു. വിശദവാദം കേൾക്കണമെന്ന് കേന്ദ്രവും കേരളവും ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി ഈ മാസം 21-ലേക്ക് മാറ്റിയത്. നവീകരിച്ച DD ന്യൂസ്, ആകാശവാണി വെബ്സൈറ്റുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ നാഷണൽ മീഡിയ സെന്ററിൽ വൈകിട്ടാണ് പരിപാടി. കേരളത്തിലെ വിവിധ സർവേ ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുള്ള പുരാതനവും അമൂല്യവുമായ സർവേ രേഖകളും ഉപകരണങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംരക്ഷിക്കുന്നതിനായി സർവേ മ്യൂസിയവും സെൻട്രൽ സർവേ മ്യൂസിയവും ഓഫീസും നിർമ്മിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. സംസ്ഥാനത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് രേഖകൾ ഉൾപ്പെടെ അടിസ്ഥാന ഭൂവിവരങ്ങൾ വരും തലമുറയ്ക്കായി സംരക്ഷിക്കുന്നതിനും ഇതിലൂടെ അവസരം ഒരുങ്ങും. കൊച്ചി വാട്ടർ മെട്രോ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീട്ടുന്നു. മുളവുകാട് നോർത്ത്, സൌത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനല്ലൂർ ടെർമിനലുകൾ നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഓൺലൈനായാണ് ഉദ്ഘാടന ചടങ്ങുകളെന്ന് മന്ത്രി P രാജീവ് കൊച്ചിയിൽ പറഞ്ഞു. ഇതോടെ 2 പുതിയ റൂട്ടുകളിൽ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കും.
9 ടെർമിനലുകളിലായി 5 റൂട്ടുകളിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് വ്യാപിപ്പിക്കും. കൊച്ചി മെട്രോ പദ്ധതി പൂർത്തിയാകുമ്പോൾ 10 ദ്വീപുകളിലെ 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതാധികാര സമിതി യോഗം. വനം മന്ത്രി AK ശശീന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. അയൽ സംസ്ഥാനങ്ങളുമായി നടന്ന ചർച്ച ഫലപ്രദമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യജീവി ആക്രമണം കൂടിയ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യും. ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയും യോഗത്തിൽ പങ്കെടുക്കും. വയനാട് മീനങ്ങാടി മൈലമ്പാടി പ്രദേശങ്ങളിൽ ഭീതി പടർത്തിയ കടുവ കുടുങ്ങി. വനം വകുപ്പ് വച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി 9 മണിയോടെ കടുവ കുടുങ്ങിയത്. WYS07 എന്ന ID നമ്പർ ഉള്ളതും ഏകദേശം 7 വയസ്സ് പ്രായമുള്ളതുമായ പെൺകടുവയാണ് കൂട്ടിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ 300ഓളം വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. കടുവയെ ബത്തേരിയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മൂന്നാറിൽ വീണ്ടും കാട്ടാനയിറങ്ങി. സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് രാവിലെ 8 മണിയോടെ കട്ടക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആന എത്തിയത്. അതേസമയം അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ നിലയിൽ മാറ്റമില്ല. സഞ്ചരിക്കാൻ കഴിയാതെ ആന തോട്ടത്തിൽ തുടരുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ച കുത്തേറ്റ് വയോധിക മരിച്ചു. 50 ഏക്കർ പനച്ചിമുക്കിൽ MN തുളസിയാണ് മരിച്ചത്. വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ബഹുജന റാലി നടത്തി. സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ശബരി കെയറൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ സംസ്ഥാനത്ത് അരി വിതരണം ചെയ്യുന്നത്. ജയ അരി കിലോയ്ക്ക് 29 രൂപ നിരക്കിലും മട്ട അരിയും കുറുവ അരിയും കിലോയ്ക്ക് 30 രൂപ നിരക്കിലുമാകും വിതരണം ചെയ്യുക. സപ്ലൈകോ സബ്സിഡിയായി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കെയറൈസ് വിപണിയിൽ എത്തിക്കുന്നത്. റേഷൻ കാർഡ് ഒന്നിന് മാസം തോറും 5 കിലോ അരി വീതം നൽകും. മീനമാസ പൂജകൾക്കും പൈങ്കുനി ഉത്രം മഹോത്സവത്തിനുമായി ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. അവസാന 3 കളികളിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ കളി ജയിച്ച് പട്ടികയിൽ മുന്നേറാനാവും ശ്രമിക്കുക. 36 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് മോഹൻ ബഗാൻ. തിക്കുറിശി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന തിക്കുറിശി അനുസ്മരണ സമ്മേളനവും മാധ്യമ പുരസ്കാര വിതരണവും തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ ഇന്ന് വൈകുന്നേരം കേന്ദ്ര IT വകുപ്പ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. KSRTCയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിന്റെ സാങ്കേതികത പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല പൈപ്പ് ലൈനിൽ ചോർച്ച. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ നഗരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നാളെ രാവിലെ 4 മണി മുതൽ മറ്റന്നാൾ രാത്രി 10 മണി വരെ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ കെട്ടിട സമുച്ചയത്തിന്റെ കല്ലിടലും പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനവും 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പകൽ 3-ന് ചേരുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാവും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരോഗ്യ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ സഹകരിപ്പിച്ച് നാളെ ബിഗ് ഡെമോ നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഓൺലൈനായാണ് പരിപാടി. ചരിത്രപ്രസിദ്ധമായ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് നാളെ കൊടിയേറും. വൈകിട്ട് 7-ന് തന്ത്രി കണ്ഠരര് മോഹനരാണ് കൊടിയേറ്റുന്നത്. പ്രമുഖ ഗിറ്റാർ വാദകനായ ആറ്റ്ലി ഡി കുഞ്ഞ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ എന്നിവരുടെ ഓർക്കസ്ട്രയിൽ ലീഡ് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈക്കെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 7 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയം. ഇതോടെ ബാംഗ്ലൂർ പോയിന്റ് പട്ടികയിൽ 3-ാമതെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ 1 ലക്ഷം സംരംഭകർക്കുള്ള വായ്പാ വിതരണം ഇന്ന്. സംരംഭകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ ഹർജിയിൽ ഈ മാസം 21-ന് വിശദവാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതാധികാര സമിതി യോഗം ചേരും. അയൽ സംസ്ഥാനങ്ങളുമായി നടന്ന ചർച്ച ഫലപ്രദമെന്ന് വനമന്ത്രി. സംസ്ഥാന സർക്കാർ വിപണിയിലെത്തിക്കുന്ന ശബരി കെയറൈസ് അരിയുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില വീണ്ടും ഉയരുന്നു. 10 ജില്ലകളിൽ നാളെ വരെ മഞ്ഞ ജാഗ്രത. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ യോഗം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. മത്സരം രാത്രി 7:30-ന് കൊച്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.